ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. നമ്മുടെ ശരീരപുഷ്ടിക്കും കളർ വെക്കാനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലേഹ്യത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഈ ഒരു ലേഹ്യം എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പച്ചമഞ്ഞൾ, ക്യാരറ്റ്, ഈത്തപ്പഴം, കുറച്ച് നട്ട്സ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ലേഹ്യം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എങ്കിലാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളതും ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ മണ്ണൊക്കെ ഉണ്ടാവും. അതെല്ലാം കളഞ്ഞതിന് ശേഷമാണ് തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അത് വെള്ളമൊക്കെ വാർത്തെടുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ശുദ്ധമായ പച്ചമഞ്ഞളാണ് ഇട്ടത്. ഒരു 300 ഗ്രാം ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. 350 ഗ്രാം ക്യാരറ്റും അതും ഇതുപോലെ കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ചക്കരയാണ്, കരിപ്പെട്ടി എന്നൊക്കെ പറയില്ല, അതാണ്. അത് ഞാൻ 100 ഗ്രാമിനും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങയുടെ 1-ാം പാലാണ് കേട്ടോ. ഇത് 2-ാം പാലാണ്. ഇതാണ് 2-ാം പാല്. ഇത് 2-ാം പാല് 3-ാം പാലൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടത്. ഞാൻ 2 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1-ാം പാല് നല്ല കട്ടിക്കാണ്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈത്തപ്പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. വെള്ളമല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇതെല്ലാം ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പം ഈത്തപ്പഴം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാരറ്റും മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പൊ അത് 2 തവണയായിട്ട് തന്നെ അതും അടിച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതെല്ലാം ഞാൻ അടിച്ചെടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്. 2-ാം പാലും 3-ാം പാലും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു പട്ട കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാനിവിടെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇങ്ങനത്തെ ലേഹ്യമൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ലേഹ്യമൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ. അതല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണല്ലോ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇത് കുറച്ചു നേരം ഇളക്കിയപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു തേങ്ങാപ്പാല് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴും നന്നായി ഇളക്കിക്കൊണ്ടേ നിൽക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് വറ്റിച്ചെടുക്കണം. ഈ ഒരു തേങ്ങാപ്പാല് വറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ ഇതിനു മുമ്പ് ഞാനൊരു ഉള്ളി ലേഹ്യം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പൊ ആ ലേഹ്യം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മക്കളുടെ ഡാൻസ് ടീച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് 2 ബോട്ടിലാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു ബോട്ടിൽ ടീച്ചർക്ക് സെയിലായിട്ടോ. അത് അപ്പോൾ സെയിലാക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തത്, പക്ഷെ ടീച്ചർക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ടീച്ചർ സെയിലാക്കി. അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ ആ ലേഹ്യം. എനിക്ക് അതിന്റെ എമൗണ്ട് ഒക്കെ തന്നു കേട്ടോ ടീച്ചർ. അപ്പൊ ടീച്ചർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാനിപ്പോ ഈ ഒരു മഞ്ഞൾ ലേഹ്യം കൂടി തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മുടെ മഞ്ഞളിന്റെ പാലൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടാ. നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അപ്പൊ കൈമേൽക്ക് ഇങ്ങനെ നന്നായി തെറിച്ചു വരും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചട്ടകം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് നീങ്ങി നിന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇത് കുറച്ച് വറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കരിപ്പെട്ടി ഞാൻ വെള്ളം ചേർത്ത് അലിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അത് അലിച്ചെടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് തന്നെ മധുരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക്. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചധികം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ 100 ഗ്രാമിന് കുറച്ച് കൂടുതലേ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു മധുരം ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഞാൻ 100 ഗ്രാമിനും കുറച്ച് കൂടുതൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ച പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാനിവിടെ 2 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് 6 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. 6 കപ്പിൽ നമ്മൾ മിക്സിയിൽ അടിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ അടിച്ചെടുക്കാനായിട്ട് കുറച്ച് പാല് ഏടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കഴിച്ചിട്ടുള്ളതാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക്. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം, ഉലുവ, അതുപോലെ പട്ടൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇവിടെ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ചുക്കുപൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളുപ്പ് മതി. ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതിലേക്ക് 1 ടീസ്പൂൺ ഒക്കെ ഉമ്മ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അരിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്.
അതൊന്ന് കുറച്ച് മുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ലേഹ്യം കുറച്ച് മുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും പൊടി ചേർത്ത് കൊടുക്കണം. അത് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 100 ഗ്രാം നട്ട്സ് എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ തേങ്ങാപ്പാലും ആ ശർക്കരപ്പാനും ഒക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പൊട്ടിത്തെറിക്കൂട്ടെ, നന്നായിട്ട് തന്നെ പൊട്ടിത്തെറിക്കും. അപ്പൊ കുറച്ച് മാറി നിന്നിട്ട് വേണം കേട്ടോ ഇത് ഇളക്കാനായിട്ട്. പിന്നെ നമുക്ക് കൈയൊന്ന് കടയുന്ന തോന്നുകയാണെങ്കിൽ അപ്പൊ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നീങ്ങി നിന്നാൽ മതി കേട്ടോ. കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം നീങ്ങി നിന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലോ ഫ്ലെയിമിലാക്കണം എന്ന് മാത്രം. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാ പ്രായക്കാർക്കും കഴിക്കാട്ടോ, ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യാണ് കേട്ടത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് ഏകദേശം പാനിൽ നിന്നൊക്കെ വിട്ട് വരാവുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലേഹ്യാണ് കേട്ടോ. നമ്മൾ മഞ്ഞളിന്റെ ഇത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആരും കഴിക്കാതിരിക്കരുത്. നമ്മളിതില് ഈത്തപ്പഴവും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈത്തപ്പഴത്തിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഈത്തപ്പഴം നമുക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ ക്യാരറ്റിന്റെ ഇത് അറിയാലോ, ക്യാരറ്റ് കണ്ണിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ശരീരത്തിൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാനൊക്കെ മഞ്ഞള് വളരെ നല്ലതാണ്. നമുക്ക് എല്ലാ പ്രായക്കാർക്കും കഴിക്കാട്ടത്. പ്രസവാനന്തര ശുശ്രൂഷക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടത്. പിന്നെ അതുപോലെ ഇപ്പൊ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള ലേഹ്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് തന്നെ പിടിക്കും കേട്ടോ. ഇപ്പൊ ഏതാണ്ട് കർക്കിടകമൊക്കെ കഴിയാനായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ തയ്യാറാക്കുന്നത്. പക്ഷെ എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എപ്പൊ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാം. പക്ഷെ കർക്കിടക മാസത്തിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് പിടിക്കും അത്. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ മരുന്നുകളൊക്കെ നന്നായിട്ട് കഴിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ ലേഹ്യത പാനിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇത് നീക്കി കൊടുക്കുന്ന സമയത്ത് ഇത് കൂടിച്ചേരാൻ കുറച്ച് സമയം എടുത്തിട്ടേ ചേരുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പരുവം. അപ്പൊ നമ്മുടെ ലേഹ്യം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ നമ്മുടെ ലേഹ്യം നന്നായിട്ട് തന്നെ പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലുകളിലൊക്കെ ആക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലത്തെ ഒരു സ്പാച്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ആ പൊട്ടിത്തെറിക്കലൊക്കെ നിന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ എതിർത്തിട്ടുള്ളത്. അത് ഏകദേശം പാലൊക്കെ വറ്റി വരുമ്പോ ആ തെറിക്കലൊക്കെ നിൽക്കുമല്ലോ, ആ ഒരു സമയത്താണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അരികിൽ നിന്നൊക്കെ കിട്ടാനേ നല്ലതാണിത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ലേഹ്യമൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടാ. നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബോട്ടിലാക്കി കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വേണ്ട സൂക്ഷിക്കാനായിട്ട്. നമ്മൾ തണുത്തിട്ടാണല്ലോ ഇത് ബോട്ടിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന്റെ കുറച്ച് മുന്നായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വീതമാണ്, 2 നേരം ഓരോ ടേബിൾ സ്പൂൺ വീതം കഴിച്ചാൽ മതി. അപ്പൊ അത് കഴിക്കുന്നതിന്റെ കുറച്ച് മുന്നായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പൊ എനിക്കിവിടെ നല്ല ക്വാണ്ടിറ്റി തന്നെ ലേഹ്യം കിട്ടിയിട്ടുണ്ട്. 3 ബോട്ടിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബോട്ടിലും പിന്നെ വേറെ 2 ബോട്ടിലും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് ഒരു ബോട്ടില് ഞാൻ പറഞ്ഞല്ലോ ഒരാള് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളത്, ആ ഒരു ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഒരു ബോട്ടില്. ടീച്ചർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലേഹ്യം തയ്യാറാക്കിയത്. നല്ല അടിപൊളി ലേഹ്യത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മൾ വിചാരിക്കും ഇതുപോലെ കാണുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന്, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മൾ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളതൊക്കെ. അപ്പൊ ഞാനിവിടെ 2ാമത്തെ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ബോട്ടിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഹ്യത്തിന്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കമന്റ്, നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ, നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് കേട്ടോ എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പൊ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഹൈപ്പ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, നമ്മളിപ്പോ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലേഹ്യം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹലുവ പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഒരു പ്ലേറ്റിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഹലുവ പോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്